ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാട്ടെ. അപ്പോൾ അതിനു മുമ്പായിട്ട് എപ്പോഴും പറയുന്നത് പോലെ ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം അല്ലേ. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ അച്ചമ്മേനെയാണ് കേട്ടോ. അപ്പോൾ അച്ചമ്മയ്ക്ക് മനസ്സ് നിറഞ്ഞ് സന്തോഷമായി. ഇനിയിപ്പം ഈ അച്ചമ്മ മരിച്ചാലും കുഴപ്പമില്ല, ഇനിയിപ്പം ഈ പ്രായത്തിൽ ജീവിച്ചിരുന്നില്ലെങ്കിലും കുഴപ്പമില്ല, മനസ്സ് നിറഞ്ഞ് സന്തോഷമായി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സുധി ചോദിച്ചു, അല്ല മനസ്സൊക്കെ നിറഞ്ഞ് സന്തോഷമൊക്കെ ആയി, പക്ഷേ അച്ചമ്മ ഏറ്റവും നല്ല സമ്മാനം തരുന്ന ഒരാൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ. അച്ചമ്മയ്ക്ക് ഏറ്റവും നല്ല സമ്മാനം തന്ന ആൾ ആരാ, അല്ല ആർക്കാ ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്നത്? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അച്ചമ്മ പറഞ്ഞു, അത് ഞാൻ പറയാം ആർക്കാ ഗിഫ്റ്റ് തരാൻ പോകുന്നതെന്ന് എന്നും പറഞ്ഞ് അവിടെ നിന്ന് എണീക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ പെട്ടെന്ന് ചന്ദ്ര പാമിയോട് പറയാം, അമ്മയുടെ ഗിഫ്റ്റ് ശ്രുതിക്കും തന്നെ കിട്ടും, അത് ഉറപ്പുള്ള കാര്യമാണെന്ന്. ഈ സമയത്താണെങ്കിൽ നമ്മുടെ അച്ചമ്മ നേരെ പൂജാമുറി പോയി നിന്നിങ്ങനെ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് നമ്മുടെ സുധി പറഞ്ഞു, രാത്രി ആയതുകൊണ്ട് രാഹുകാലത്തിന് പ്രശ്നമൊന്നുമില്ല, സമ്മാനം മേടിക്കാൻ മുഹൂർത്തമൊന്നും നോക്കണ്ടല്ലോ. അച്ചമ്മ വരുന്നുണ്ട്, എന്തോ കൊണ്ട് അച്ചമ്മ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ അച്ചമ്മ എല്ലാവരും എനിക്ക് സമ്മാനം തന്നു, അതെല്ലാം എനിക്കിഷ്ടമായി, പക്ഷേ ഞാൻ തിരിച്ചു കൊടുക്കുന്നത് എല്ലാവർക്കും അല്ല. ആ സമ്മാനം ഒരു സാധാരണ സമ്മാനവുമല്ല, ഇതൊരു പ്രത്യേക സമ്മാനം തന്നെയാണ്. തലമുറയായിട്ട് കൈമാറി വന്ന ഒരു പ്രത്യേക സമ്മാനം എന്ന് പറഞ്ഞിട്ട് ആ ഒരു ആഭരണപ്പെട്ടി തുറക്കുകയാണ് കേട്ടോ. 6 തലമുറയായിട്ട് നമ്മുടെ കുടുംബം കൈമാറി വരുന്ന ഒരു അമൂല്യ വസ്തുവാണ് ഞാൻ സമ്മാനമായിട്ട് തരുന്നതെന്നും പറഞ്ഞ് ആ ഒരു ആഭരണപ്പെട്ടി തുറന്നിട്ട് അതിൽ നിന്നൊരു ഗോൾഡ് കോയിൻ എടുക്കുകയാണ്. ഇത് കണ്ടതും ശ്രുതി, ഗോൾഡ് കോയിനോ, വാവ് സൂപ്പർ ശ്രുതി, ഇത് നമുക്ക് തന്നെ. അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ, എനിക്ക് മനസ്സിലായായിരുന്നു ഇത് സമ്മാനമായിട്ട് തന്നെയാണ് കൊടുക്കാൻ പോകുന്നതെന്ന്, പക്ഷേ ഇതാർക്കും കൊടുക്കണ്ടമ്മേ, അമ്മ തന്നെ ഇത് സൂക്ഷിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അച്ചമ്മ പറഞ്ഞു, അതൊന്നും ശരിയാവില്ല, ഇത് പരമ്പരയായിട്ട് നമ്മുടെ കുടുംബത്തിൻ്റെ ഓരോ തലമുറകളും കൈമാറി എൻ്റെ കയ്യിലെത്തിയത്, ഇനി ഇത് അടുത്ത തലമുറയ്ക്ക് കൊടുക്കണം. ഇതൊരു സാധാരണ സ്വർണ്ണ നാണയമൊന്നുമല്ല, നമ്മുടെ കുടുംബത്തിലെ അമൂല്യനിധിയാണ്, നമ്മുടെ കുടുംബത്തിലെ അർഹതപ്പെട്ടവരുടെ കയ്യിൽ തന്നെ എത്തണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് അർഹതപ്പെട്ടവരുടെ കയ്യിലാണ് എത്തിക്കാൻ പോകുന്നത്. ഇന്ന് ആ കൈകളിൽ ഞാൻ എത്തിക്കാൻ പോവുക രവീന്ദ്ര. എനിക്കിനി സമാധാനത്തോടെ ഇരിക്കാമല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഇനി മരിച്ചാലും എനിക്ക് കുഴപ്പമില്ല, സന്തോഷത്തോടു കൂടി ഞാൻ മരിക്കും. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു, അയ്യോ ശ്രുതി, ഏകദേശം എത്ര രൂപയാകുമായിരിക്കും? നല്ല പൈസ കാണുമോ? പിന്നെ നല്ല പൈസ കാണുമായിരിക്കും, അമൂല്യ നിധിയല്ലേ. അപ്പോഴത്തേക്കും ആണെങ്കിൽ നമ്മുടെ വർഷയല്ല മഹിമ വർഷയോട് പറയുകയാണ്, അതെ നീയല്ലേ വലിയ കുടുംബത്തിൽ നിന്ന് വന്നത്, അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ്, അത് നിനക്കാ കിട്ടേണ്ടത്. അമ്മയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ, ഡീഗ്രേഡ് ചെയ്ത് സംസാരിക്കാതെന്ന്. ഏതായാലും ഈ സമയത്ത് നമ്മുടെ ഭാമ പറഞ്ഞു, അതെ രവിയേട്ടനായിരിക്കുമോ ഗിഫ്റ്റ് ചന്ദ്രേ? രവിയേട്ടൻ്റെ കൈ കിട്ടിയിട്ടുണ്ടല്ലേ, ഇതെനിക്ക് സ്വന്തമല്ലേ എന്നൊക്കെ അങ്ങനെ ഓരോരുത്തർ ഓരോ അഭിപ്രായങ്ങൾ പറയാം. അപ്പോൾ അച്ചമ്മ പറഞ്ഞു, നിങ്ങൾ എനിക്ക് തന്ന ഗിഫ്റ്റൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾ എനിക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട സമ്മാനങ്ങളൊക്കെ തന്നെയാണ് തന്നത്. നിങ്ങൾ തന്ന എല്ലാ സമ്മാനവും ഒരേപോലെ തന്നെയാണ് ഞാൻ കാണുന്നത്. പണം കൊടുത്ത് മേടിക്കാൻ പറ്റാത്ത കുറച്ച് സമ്മാനങ്ങളൊക്കെ ഉണ്ട്, അത് സ്നേഹം, നന്ദി, കടപ്പാട് അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, പണത്തിനേക്കാളൊക്കെ എത്രയോ മുകളിലാണ് ഞാൻ പറഞ്ഞ കടപ്പാടും നന്ദിയും സ്നേഹവും ഒക്കെ ഉള്ളതെന്ന് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. ഈ ജന്മം എനിക്ക് കാണാൻ പറ്റില്ല എന്ന് കരുതിയ എൻ്റെ കൂട്ടുകാരികളെ എൻ്റെ സച്ചിമോൻ എൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി തന്നു. ഇതിൽ കൂടുതൽ വലിയ സമ്മാനം എന്താ എനിക്ക് വേണ്ടത്? അപ്പം ഞാൻ അനുഭവിച്ച സന്തോഷത്തിനുണ്ടല്ലോ അളവല്ലാത്ത ആ ഒരു സന്തോഷമായിരുന്നു എനിക്ക് ഇന്ന് കിട്ടിയത്. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഓർമ്മകളും അനുഭവങ്ങളും ഒക്കെ തന്നെയാണ്. ആ പഴയ ഓർമ്മയാണ് എൻ്റെ സച്ചി എൻ്റെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തി തന്നത്. എൻ്റെ അനുഭവങ്ങളിൽ നിന്ന് നേടിയ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു, അതൊരു വീഡിയോയാക്കി രേവതി മോള് എല്ലാവരെയും കാണിച്ചു. അതിൽ കൂടുതൽ സന്തോഷം എന്താ വേണ്ടേ എനിക്ക്? എൻ്റെ സച്ചിയും എൻ്റെ രേവതിയും എനിക്ക് സമ്മാനിച്ചതുണ്ടല്ലോ, ക്യാഷ് കൊടുത്ത് മേടിക്കാൻ
പറ്റാത്ത അത്രയും വിലപ്പെട്ട സമ്മാനമാണ്. ഒരിക്കലും ക്യാഷ് കൊടുത്താൽ കിട്ടാത്ത സമ്മാനം. അതുകൊണ്ട് എൻ്റെ ഈ സമ്മാനം സച്ചിമോനും രേവതി മോൾക്കും ഉള്ളതാ. പ്രതീക്ഷയോടുകൂടി നോക്കി നിന്ന് നമ്മുടെ ശ്രുതിയും ചന്ദ്രയും ഒക്കെ അങ്ങ് മിണുങ്ങസ്യാന്ന് പറഞ്ഞ് നിൽക്കുവാണ് കേട്ടോ. കാരണം നമ്മുടെ സച്ചിൻ രേവതി ആ ഗോൾഡ് കോയിൻ കൊണ്ടുപോയി ഭയങ്കര സന്തോഷമായിട്ടാണ് നമ്മുടെ ലക്ഷ്മിക്കും രവീന്ദ്രനും ഒക്കെ. പിന്നെ വർഷയ്ക്കും ശ്രീകാന്തിനും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ബാക്കിയുള്ളവരുടെ മുഖത്തൊന്നും വലിയ വെട്ടവും തെളിച്ചമൊന്നുമില്ല. നമ്മുടെ ശ്രുതി പതുക്കെ പറയുക ശ്രുതിയോടൊന്ന്, ഞാൻ പറഞ്ഞില്ല അപ്പോഴേ ഇത് നമുക്ക് കിട്ടത്തില്ല എന്ന്. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി അതെ അതുറപ്പാ, അല്ലെങ്കിലും സച്ചിയോടും രേവതിയോടും ആണല്ലോ കൂടുതലുള്ളത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഏതായാലും ഈ സമയത്ത് നമ്മുടെ രവീന്ദ്രനല്ല അച്ചമ്മ, ഇത് ഞങ്ങളുടെ കുടുംബത്തിലെ അമൂല്യ നിധിയാണെന്ന് പറഞ്ഞല്ലോ, ഇത് പിടിക്ക്. കുടുംബത്തിൻ്റെ അന്തസ്സും പ്രൗഢിയും ആദരവും ഒക്കെ ഇതിനകത്തുണ്ട്. അതുകൊണ്ട് ഐശ്വര്യത്തോടു കൂടി ഇതങ്ങ് മേടിച്ച് രണ്ടാളും കൂടെ എന്ന് പറഞ്ഞിട്ട് ആ ഗോൾഡ് കോയിൻ കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ അച്ചമ്മയുടെ കൂട്ടുകാരികൾ പറയുകയാണ്, ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിലേ മനസ്സിൽ നന്മയും സ്നേഹവും ഒക്കെ വേണം. അതുകൊണ്ടല്ലേ അവരിങ്ങനെയൊക്കെ ചെയ്തത്. അത് സച്ചിക്കും രേവതിക്കും ആവോളം ഉണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി കലാവതി, ഞങ്ങൾക്ക് മനസ്സിലായി. ഇതുപോലെ 2 കൊച്ചുമക്കളെ കിട്ടിയ നിങ്ങളുണ്ടല്ലോ, ഭാഗ്യം ചെയ്തവരാ നിങ്ങളെല്ലാവരും. പിന്നെ ഈ പ്രായം ചെന്നവരെ ഒറ്റയ്ക്ക് എല്ലാ വീടുകളിലും താമസിക്കുന്നത്, മിണ്ടാനും പറയാനും ഒന്നും ആൾക്കും താല്പര്യമോ സമയമോ ഒന്നും ഇല്ല. എല്ലാവരും വയസ്സുള്ളവരെ അവഗണിച്ചിടും. വയസ്സാം കാലത്ത് അവരുടെ ആഗ്രഹങ്ങളെ മരിക്കുമ്പം അവർക്കൊപ്പം മണ്ണടിയാണ് പതിവ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല കലാവതി. നിന്റെ കൊച്ചുമോനുണ്ടല്ലോ, അടിപൊളിയാ, ഗ്രേറ്റാ. ഇതുപോലെയൊരു കൊച്ചുമകനെ കിട്ടിയ നീ ഭാഗ്യം ചെയ്തവളാ കലാവതി, ഭാഗ്യം ചെയ്തവള് തന്നെയാ. സമ്മതിച്ചു തന്നിരിക്കുന്നു. നിനക്ക് കിട്ടിയ സ്വത്താണ് ഈ നിൽക്കുന്ന സച്ചി. നിന്റെ ഒരു ചെറിയ ആഗ്രഹം പോലും അവൻ നിനക്ക് തരുന്നത് കണ്ടോ, എന്ത് കഷ്ടപ്പെട്ടാന്ന് നോക്കിക്ക. നിന്റെ മനസ്സറിയുന്ന ആവോള സ്നേഹം തരുന്ന ഒരു മരുമകളെയും നിനക്ക് കിട്ടി, ഒരു കൊച്ചു മരുമകളെ, ഒരു സുന്ദരി കുട്ടിയെ. ഈ കാര്യത്തിൽ നീ ഭാഗ്യവതിയല്ലേ കലാവതി? ഇതല്ലേ ഞങ്ങളിപ്പോൾ പറയേണ്ടത്. ഒരുപാട് സന്തോഷമുണ്ട് കലാവതി, നിനക്കെങ്കിലും ഈ ഭാഗ്യം കിട്ടിയല്ലോ. ഞങ്ങളൊക്കെ ഓരോ മൂലയ്ക്ക് ഇങ്ങനെ അടുങ്ങിക്കൂടി കിടക്കുകയായിരുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ അച്ചമ്മ പറഞ്ഞു, എൻ്റെ പൊന്നു കല്ലു, ശരിയാ നീയേ പറയുന്നത്. പക്ഷേ ഇവരെ എനിക്ക് കിട്ടിയത് ഭാഗ്യമല്ല, എൻ്റെ പുണ്യമാണ്. അപ്പോൾ നമ്മുടെ സച്ചു പറഞ്ഞു, അച്ചമ്മ സമ്മാനമൊന്നും ആഗ്രഹിച്ചിട്ടൊന്നും അല്ല ഞാനിവരെ തേടി ഇറങ്ങിയത്. എന്നോ ഒരിക്കൽ അച്ചമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇവരെ കാണണമെന്നും ഇവരോട് സംസാരിക്കണമെന്നും ഒക്കെ. അച്ചമ്മ തമാശയായിട്ട് പറഞ്ഞതാണെങ്കിലും ഈ കണ്ണുകളിൽ ഞാൻ ആ ആഗ്രഹം കണ്ടു. ആ കണ്ണുകൾ അറിയാതെ നിറയുന്നത് കണ്ടു. അന്ന് മുതൽ ഞാൻ തീരുമാനിച്ചതാ, ഇവരെ കണ്ടന്വേഷിച്ച് പിടിച്ച് എൻ്റെ അച്ചമ്മയുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തണമെന്ന്. എൻ്റെ അച്ചമ്മ ആഗ്രഹിക്കുന്നത് ഞാനല്ലാതെ വേറെ ആരാ അച്ചമ്മയെ സാധിച്ചു തരിക? എന്നെ കൊണ്ട് അതിന് കഴിഞ്ഞില്ലെങ്കിലേ ഈ സച്ചി അച്ചമ്മയുടെ കൊച്ചുമോനാന്നും പറഞ്ഞ് ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? ഒരിക്കലും ഇല്ലല്ലോ. പിന്നെ എനിക്ക് ഒരു സമ്മാനം തരാൻ പറ്റാത്തതിൻ്റെ വലിയൊരു സങ്കടവും ഗതികേടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ അപ്പോഴാണ് വിചാരിച്ചത് എന്നെക്കൊണ്ട് പറ്റുന്നത് ഇതാണ്, എന്നാൽ പിന്നെ ഇത് തരാമെന്ന്. അയ്യോ മോനെ, നീ ഇങ്ങനെയൊന്നും പറയരുത്. സമ്മാനം, ഇതിൽ കൂടുതൽ സമ്മാനം എന്താ മോനെ എനിക്ക് കിട്ടാനുള്ളത്? ഈ അച്ചമ്മയുടെ മനസ്സ് കണ്ടില്ലേ നീ? അതിന് ഒരുപാട് സന്തോഷമുണ്ട്. കൊച്ചു ആഗ്രഹങ്ങളാണെങ്കിലും അത് ഓർത്ത് വെച്ച് തേടി പിടിച്ച് കൊണ്ട് തന്നില്ലേ നീ എനിക്ക്? അത് മതിയടാ എനിക്ക്. ഇതിൽ കൂടുതൽ എന്താടാ എനിക്ക് വേണ്ടത് സച്ചി എന്ന് പറഞ്ഞ് സച്ചിനെ കെട്ടിപ്പിടിച്ച് കരയാണ് കേട്ടോ. അങ്ങനെ നേരം രാത്രിയാകുകയാണ് കേട്ടോ. അപ്പം നേരെ രാത്രിയൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ രേവതി എന്ത് ചെയ്യുന്നു? ആ കിട്ടിയ ഗോൾഡ് കോയിൻ എടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷമായി രേവതിക്ക്. അതവർക്ക് വിൽക്കാനോ പണയം വെക്കാനോ ഒന്നും പറ്റില്ല എങ്കിലും പാരമ്പര്യമായിട്ട് കൈമാറി വരുന്ന ആ ഒരു മുതൽ കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ വലിയൊരു ഭാഗ്യമല്ലേ. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് നമ്മുടെ സച്ച് വരികയാണ് കേട്ടോ. രേവതി ഗോൾഡ് കോയിനൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ച് സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ സച്ച് വന്നിട്ട്, ആഹാ നീ ഇത് നോക്കി ഇവിടെ ഇരിക്കുവാണോ? അച്ഛമ്മതേ നിന്നെ ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നുണ്ട്. ഓ അതോ, എൻ്റെ സച്ചേട്ട ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമ്മാനമല്ലേ നമുക്ക് കിട്ടിയത്. നോക്കിക്കേ ഗോൾഡ് കോയിൻ. സത്യം പറഞ്ഞ് ഇത് ഞാൻ കണ്ടിട്ട് പോലും ഇല്ല കേട്ടോ. ശരിയാ രേവതി, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമ്മാനം തന്നെ ഇത്. വളരെയധികം നന്നായിട്ടുണ്ടല്ലേ കാണാൻ, അടിപൊളിയായിട്ടുണ്ട്. വീട്ടിലെ പൂജാമുറിയിലാണ് ഇത് സൂക്ഷിച്ചിരുന്നത്.
ചെറിയ പ്രായത്തിൽ ഞാനിത് എടുത്തതിന് അച്ഛമ്മ എന്നെ തല്ലിയിരുന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുക. ഇന്ന് അച്ഛമ്മയുടെ കൈ കൊണ്ട് തന്നെ എനിക്കിത് തന്നില്ലേ. ഇങ്ങനെയാ, സമയമാകുമ്പോൾ നമുക്ക് കിട്ടാനുള്ളത് നമുക്ക് തന്നെ കിട്ടും. ആ, അച്ഛമ്മയുടെ സമ്മാനം നമുക്ക് കിട്ടുമെന്നേ ഞാൻ ഒരിക്കലും കരുതിയതല്ല സച്ചേട്ടാ. സച്ചേട്ടൻ കാരണം അത് കിട്ടിയത്. അതിന് ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ കാരണോ? നീ കാരണം അല്ല, സോറി, സച്ചേട്ടൻ കാരണം. ആ, സച്ചേട്ടനല്ലേ അച്ഛമ്മയുടെ പഴയകാല സുഹൃത്തുക്കളെ തേടി കണ്ടുപിടിച്ചോണ്ട് വന്നത്. ഓ അതോ. അവരെ കണ്ടപ്പോൾ സന്തോഷം കൊണ്ട് അച്ഛമ്മയുടെ കണ്ണ് നിറഞ്ഞു പോയി. അത് ഞാൻ കണ്ടതാ. ഈ സമ്മാനമേ അച്ഛമ്മ ജീവനുള്ള കാലത്തോളം മറക്കില്ല. അച്ഛമ്മ ഓർത്തിരിക്കും. നീയും മോശമൊന്നും ആക്കിയില്ലല്ലോ. എൻ്റെ ഭാര്യയും തകർത്തില്ലേ. നീ ചെയ്ത വീഡിയോ അച്ഛമ്മയ്ക്ക് ഇഷ്ടമായി. നീ നല്ലൊരു മെസ്സേജ് അല്ലേ കൊടുത്തത്. എനിക്ക് ഈ നാട് മൊത്തം ചുറ്റി കറങ്ങേണ്ടി വന്നു. നീ നിന്നിപ്പോൾ ഈസി ആയിട്ട് ഗിഫ്റ്റ് മേടിച്ചില്ലേ. അതൊക്കെ ശരിയാ. പക്ഷെ മറ്റുള്ളവർ നല്ല ഗിഫ്റ്റ് തന്നെയല്ലേ അച്ഛമ്മയ്ക്ക് കൊടുത്തത്. വർഷയും നിങ്ങളുടെ ഏട്ടനും ഒക്കെ വില കൂടിയ ഗിഫ്റ്റല്ലേ കൊടുത്തത്. എന്തായാലും എല്ലാവർക്കും നല്ല സന്തോഷമായി. അച്ഛമ്മയുടെ മനസ്സിലുള്ള ഗിഫ്റ്റ് തന്നെയല്ലേ എല്ലാവരും കൊടുത്തത്. നമ്മൾ കൊടുത്ത ഗിഫ്റ്റ് അച്ഛമ്മേനെ കൂടുതൽ സന്തോഷിപ്പിച്ചു. അതുകൊണ്ട് നമുക്ക് സമ്മാനം കിട്ടി. അതല്ലേ സംഭവിച്ചത്. സന്തോഷമായി, ഒരുപാട് സന്തോഷമായി അല്ലേ സച്ചേട്ടാ. പിന്നെ ഇതിന് കുറേ വർഷത്തെ പഴക്കം ഉണ്ടാവുമല്ലോ സച്ചേട്ടാ. കുറേ വർഷത്തെ പഴക്കമുണ്ട്. അച്ഛമ്മ പറഞ്ഞില്ലേ ഒരു 6-7 തലമുറ മാർക്കിട്ടിയ സ്വർണ്ണമാണെന്ന്. അയ്യോ, അപ്പം നമ്മളിത് ഭദ്രമായിട്ട് സൂക്ഷിക്കണമല്ലേ. നമ്മുടെ കയ്യിൽ നിന്ന് ഇതൊരിക്കലും നഷ്ടപ്പെടാൻ പാടില്ലല്ലേ. അതെ അതെ, നീ ഭദ്രമായിട്ട് സൂക്ഷിക്കണം. ഇനിയിപ്പോൾ എന്ത് പ്രയാസം ഉണ്ടെങ്കിലും നമ്മളിത് വിൽക്കുകയോ പണയം വെക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. ഇത് നമ്മുടെ കയ്യിൽ ഭദ്രമായിരിക്കണം. ഇത് നമ്മുടെ കൂടെ ഉണ്ടാകുന്നത് അച്ഛമ്മ നമ്മുടെ കൂടെ ഉണ്ടാകുന്നത് പോലെ തന്നെയാണ് ആ ഐശ്വര്യം നമുക്ക് കിട്ടാൻ പോകുന്നത്. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്താലോ സച്ചേട്ടാ, നമുക്കിത് പൂജാമുറിയിൽ സൂക്ഷിച്ചാലോ. മിക്കവാറും ദേ സുതി തട്ടിയെടുത്തോണ്ട് പോവും. ദേ അറിയാലോ, നിന്റെ സ്വർണ്ണാഭരണങ്ങൾ ഗോൾഡ് കവറിങ് ആയതുപോലെ ഇതും ഗോൾഡ് കവറിങ് ആവും. അതുകൊണ്ട് ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. ആ കള്ളൻ ഇവിടെ ഉള്ളിടത്തോളം കാലം സൂക്ഷിക്കണം. എന്നാൽ പിന്നെ ഇത് ഞാൻ ഷെൽഫിൽ വെച്ച് പൂട്ടിയാലോ. പൂട്ടിക്കോ. ദേ ഇത് ഈ വീട്ടിൽ സൂക്ഷിക്കുന്നത് വലിയ പ്രയാസമുള്ള കാര്യം തന്നെ. കാരണം അത് എപ്പോഴാ മോക്ഷണം പോവാന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ സ്വർണം അടിച്ചു മാറ്റിയ കള്ളനല്ലേ. എന്നിട്ട് ഒന്നും അറിയാത്ത അവൻ്റെ അഭിനയം കണ്ടില്ലേ. അവന് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാൻ രേവതി. പിന്നെ ഞാൻ ക്ഷമിച്ച് വിട്ടേക്കുന്നതാ. അയ്യോ സച്ചേട്ടാ, ഞാൻ പറഞ്ഞത് മറന്നില്ലല്ലോ. അച്ഛമ്മ ഇവിടുന്ന് പോകുന്നത് വരെ ദേ അതിനെക്കുറിച്ച് ചോദിക്കാനോ വഴക്കുണ്ടാക്കാനോ പാടില്ല. അച്ഛമ്മ നാളെ നാട്ടിലേക്ക് പോകുമല്ലോ. അപ്പം എനിക്ക് ചോദിക്കാമല്ലോ. പോട്ടെ, വീട്ടിലെല്ലാവരെയും വിളിച്ചു കൂട്ടി ഇവിടെ ഒരു വിചാരണ ഞാൻ നടത്തുന്നുണ്ട്. എന്താണ് ആ സ്വർണം ചെയ്തതെന്ന് എനിക്കറിയണം. നീ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ 2 ദിവസം ക്ഷമിച്ചിവിടെ നിൽക്കുന്നത്. നിന്റെ സ്വർണം അടിച്ചു മാറ്റിയത് ആരാണെങ്കിലും അതിനുള്ള ശിക്ഷ ഈ സച്ചി കൊടുത്തിരിക്കും. അത് ഉറപ്പായ കാര്യം തന്നെയാണ്. അതെ, ഈ സച്ചി ക്ഷമിക്കാനും പൊറുക്കാനും പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഏതായാലും ഇതിന് ശേഷം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ അച്ഛമ്മേനെ ബസ് സ്റ്റാൻഡിലേക്ക് നമ്മുടെ സച്ചി കൊണ്ടുവിടുകയാണ് കേട്ടോ. അപ്പം കൊണ്ടുവിടുന്ന ആ സമയത്ത് നമ്മുടെ സച്ചി പറഞ്ഞു, അതെ ദേ അച്ഛമ്മയ്ക്ക് ഒരു ഫോണ് തന്നില്ലേ വർഷ, അതിൽ എല്ലാവരെയും വിളിക്കണം കേട്ടോ. തീർച്ചയായിട്ടും എല്ലാവരെയും വിളിക്കാമല്ലോ. അതിനിപ്പോൾ എന്താ പ്രശ്നം? അല്ല ദേ രേവതി ഒരു ഫോൺ എടുത്തില്ലേ. വീഡിയോ എടുത്തില്ലേ. ആ ഒരു വീഡിയോ നീ ഒരു കാര്യം ചെയ്യണം, എനിക്ക് അയച്ചു തരണം. നാട്ടിലെല്ലാവരെയും എനിക്ക് കാണിക്കണം. അയച്ചു തരാമല്ലോ. അല്ല എടാ മോനെ സച്ചി, ഒരു കാര്യം എനിക്ക് നിന്നോട് ചോദിക്കാനുണ്ട്. നിനക്കും രേവതിക്കും ഇടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? ഞങ്ങൾക്കിടയിൽ ഒരു പ്രശ്നമില്ലല്ലോ അച്ഛമ്മേ. ഒരു പ്രശ്നമില്ല? സത്യമാണോ? അതേന്നേ, മുമ്പ് ചിലപ്പോഴൊക്കെ ഞങ്ങൾ വഴക്കൊക്കെ കൂടുമായിരുന്നു. ഇപ്പം അതുപോലും ഇല്ല. ഇപ്പം അവളാ എന്നെ വഴക്ക് പറയുന്നത്. വഴക്ക് പറയുന്നുണ്ടെങ്കിലേ നീ അതങ്ങ് മേടിച്ചോ. എൻ്റെ സംശയം നിങ്ങൾക്കിടയിൽ എന്തോ പ്രശ്നമുണ്ടെന്നുള്ളത് തന്നെയാണ്. 2 പേരുടെയും മുഖവേ അത്രയ്ക്ക് ശരിയൊന്നുമല്ല. അയ്യോ അങ്ങനെയൊന്നുമില്ല അച്ഛമ്മേ. എടാ, നീ ജനിച്ച അന്ന് മുതൽ ഞാൻ നിന്നെ കാണുന്നതല്ലേ. നീ ഏത് സമയത്ത് എങ്ങനെ ഇരിക്കുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് നീ ഉണ്ടല്ലോ കൂടുതൽ ഉരുണ്ട് കളിക്കണ്ട. നിന്റെ മുഖം നോക്കി ഞാൻ നിന്റെ മനസ്സ് മുഴുവൻ വായിക്കുന്ന ആളാ. അറിയാലോ, ഈ അച്ഛമ്മയോട് കളിക്കല്ലേ. അപ്പം നമ്മുടെ സച്ചി അവിടെ ഇരുന്നു കേട്ടോ. സച്ചി അവിടെ ഇരുന്നപ്പോഴത്തേക്കും നമ്മുടെ സച്ചിയല്ല അച്ഛമ്മ ചോദിച്ചു, നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? എന്തെങ്കിലും പ്രശ്നമുണ്ടോടാ? സത്യം പറയടാ, സത്യം പറ. അല്ല അവളല്ലേ ചന്ദ്ര, അവള് നിന്നെ എന്തെങ്കിലും പറഞ്ഞോ?
ഓ അവരെന്തെങ്കിലുമൊക്കെ എപ്പോഴും പറയുന്നല്ലേ, അതൊന്നും ആരും ചെവി കൊടുക്കാറില്ലല്ലോ. അല്ല പിന്നെ എന്താ നിന്റെ രേവതിയുടെ മുഖത്ത് ഒരു തെളിച്ചമില്ലായ്മ? അത് പിന്നെ എനിക്കറിയാം, നീ എന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുമ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു. ചോദിച്ചപ്പം ഉറക്കം ഉളച്ചിട്ടാ എന്നൊക്കെയാ പറഞ്ഞത്. രേവതിയോട് ചോദിച്ചപ്പോൾ ഒരു പ്രശ്നമില്ലെന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറി. പക്ഷേ എന്തൊക്കെയോ പ്രശ്നമുണ്ട് സച്ചി. അത് പിന്നെ അച്ഛമ്മയുടെ പിറന്നാളല്ലേ, എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു. അത് ചെയ്യാൻ പറ്റാതിൻ്റെ വിഷമം ഉണ്ടായിരുന്നു. അതാ. എടാ അതിന് നീ ചെയ്തല്ലോ. നീ അല്ലേ ഏറ്റവും നല്ല സമ്മാനം തന്നത്. എൻ്റെ കൂട്ടുകാരികളായ മീനാക്ഷിനെയും കല്യാണിയെയും കൂട്ടിക്കൊണ്ട് വന്നില്ലേ. ഇതിൽ പരം എന്ത് ചെയ്യാനാ നീ? അല്ല അച്ഛമ്മ എനിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു അച്ഛമ്മ, പക്ഷേ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ. അച്ഛമ്മ എനിക്ക് തരാത്തതായിട്ടോ ഒന്നുമില്ല. പക്ഷേ ഞാൻ അച്ഛമ്മയ്ക്ക് അതിന് എന്നെ കൊണ്ട് സാധിച്ചില്ലല്ലോ എന്ന് ഓർത്തിട്ട് വിഷമമുണ്ട്. പിറന്നാൾ സമ്മാനമായിട്ട് സ്വർണത്തിൻ്റെ ഒരു ചെയിൻ മേടിച്ച് തരണം എന്നൊക്കെ ഉണ്ടായിരുന്നു മനസ്സിൽ. അതൊന്നും നടന്നില്ല. സ്വർണ്ണ ചെയിനോ? എന്തിനാടാ അതൊക്കെ? എനിക്ക് ആവശ്യത്തിനുണ്ടല്ലോടാ. ഞാൻ എത്രയോ കാലമായിട്ട് കാണാൻ ആഗ്രഹിച്ച എൻ്റെ പ്രിയ കൂട്ടുകാരികളെ നീ എൻ്റെ കൺമുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി തന്നില്ലേ. ഇതിൽ കൂടുതൽ എന്ത് സന്തോഷമാടാ എനിക്കുള്ളത്. നീ എനിക്ക് ഇതിന് പകരമായിട്ട് എന്ത് തന്നാലും മതിയാവില്ലായിരുന്നു. പക്ഷേ ആ ഗിഫ്റ്റ് എനിക്ക് സന്തോഷമായത്. ശരിയാ അച്ഛമ്മേ, അതൊക്കെ ശരിയാണ്. പക്ഷേ എനിക്കും കാണില്ല കുറച്ച് ആഗ്രഹങ്ങൾ. ക്യാഷ് കയ്യിൽ വരട്ടെ. ഞാനൊരു ചെയിൻ മേടിച്ച് അച്ഛമ്മയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. ഓ പിന്നെ എനിക്കൊന്നും തരണ്ട. അതെ അവക്ക് നീ ചെയിൻ മേടിച്ചു കൊടുക്കും, നിന്റെ ഭാര്യയ്ക്ക്. അവൾ ആഗ്രഹിക്കുന്നതൊക്കെ ചെയ്തു കൊടുക്കണം. അല്ലാതെ എനിക്ക് നിന്റെ സ്വർണത്തിൻ്റെ ഒന്നും ഒരു കാര്യമില്ല. നിങ്ങൾ സന്തോഷത്തോടു കൂടി കഴിയണം. അതാ എനിക്ക് വേണ്ടത്. അപ്പോഴത്തേക്കും സച്ചി, ഓ പിന്നെ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി മാത്രം ചെയ്താൽ മതിയോ? എൻ്റെ അച്ചമ്മയ്ക്ക് വേണ്ടി ചെയ്യണ്ടേ? അച്ചമ്മയ്ക്കൊക്കെ ചെയ്യാം. ഇടാ നിനക്ക് ഉത്തരവാദിത്തം കൂടി വരിക. ദേ രേവതിയുടെ അമ്മയ്ക്കും അനിയത്തിക്കും ചേട്ടനും ഒന്നും ആരുമില്ല. ദേ അവർക്ക് നീയേ ഉള്ളൂ. ദേ രേവതിയുടെ അനിയത്തിയുടെ കല്യാണം നടത്തേണ്ടത് ആരാ? നീയല്ലേ. ആ ഉത്തരവാദിത്തം നിനക്കാ. രേവതിയുടെ അനിയനും പഠിക്കുമല്ലേ, അവൻ ചെറിയ പയ്യനല്ലേ, അവൻ എന്ത് ചെയ്യാൻ കഴിയും? അവനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എല്ലാ കാര്യങ്ങളും നീ തന്നെ നോക്കണം. നീ എൻ്റെ മിടുക്കൻ കുട്ടനല്ലേ. ചെറിയ പയ്യനോ? അവനോ? അച്ഛമ്മ എന്തറിഞ്ഞു? അവൻ ചെറിയ പയ്യനൊന്നും അല്ല. എടാ നീ എന്താടാ അങ്ങനെ പറഞ്ഞത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോടാ? പ്രശ്നമൊന്നുമില്ല അച്ഛമ്മേ. മുതിർന്നവരെ പോലെയാ അവൻ പെരുമാറുന്നത്. കൂട്ടും മുതിർന്നവർ തന്നെയാ. അതാ പറഞ്ഞത്. എന്തായാലും നീയാ ആ വീടിൻ്റെ നെടുന്തൂണിപ്പം. ആ കുടുംബം നോക്കേണ്ടത് നിന്റെ കടമയാണ്. അതുകൊണ്ട് തന്നെ നീ ആ കുടുംബം നോക്കണം. ആ മക്കൾക്ക് അച്ഛനില്ലെന്നുള്ള കാര്യം നീ മറക്കല്ലോ കേട്ടോ. അതെൻ്റെ സ്വന്തം കുടുംബം തന്നെ അച്ഛമ്മേ. അതൊക്കെ ഞാൻ ചെയ്തോളാം. അച്ഛമ്മ പേടിക്കൊന്നും വേണ്ട. സമയമാവട്ടെ കേട്ടോ. നല്ലൊരു ചെറുക്കനെ കണ്ടെത്തി ദേവുവിൻ്റെ വിവാഹം നമുക്ക് ഭംഗിയായിട്ട് നടത്തി കൊടുക്കാം. പോരെ അച്ഛമ്മേ? മതി. പുറമേ കുറുമ്പ് കാണിച്ച് നടന്നാലും നിനക്കേ കൂടപ്പിറപ്പുകളെ കുറിച്ച് ഒരു ആദി കാണത്തുള്ളെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതെ എൻ്റെ വളർത്തുകൂടോ അത് കേട്ടോ. അതിൻ്റെ ക്രെഡിറ്റ് എനിക്കാ. അച്ഛമ്മയ്ക്കല്ലാതെ പിന്നെ ആർക്കാ ഞാൻ അതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കുന്നത്? ആ ക്രെഡിറ്റ് അച്ഛമ്മയ്ക്ക് തന്നെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു നമ്മുടെ സച്ചി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗം കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷവുമായിട്ട് ഇപ്പം തന്നെ വരാം. നമ്മുടെ അലീനയുടെ വിശേഷം റിയൽ സ്റ്റോറിയിൽ ഇപ്പം തന്നെ ഇടുന്നതായിരിക്കും. എല്ലാവർക്കും ചാറ്റ ബൈ ബൈ. ലൈക്ക് അടിക്കാൻ മറക്കരുതേ.